നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒല്ലൂരിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പോസ്റ്റർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ സീറ്റിൽ പ്രാദേശിക നേതാവിനെ മത്സരിപ്പിക്കണമെന്നും കോൺഗ്രസിന് ഭർത്തന്മാർ വേണ്ടെന്നുമുള്ള ആവശ്യവുമായി വ്യാപക പോസ്റ്ററുകൾ ഒല്ലൂരിലും പരിസരത്തും ഒട്ടിച്ചിട്ടുണ്ട്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒല്ലൂരിനെ ഭർത്തന്മാരുടെ കുപ്പത്തൊട്ടിയാക്കരുത്, ഒല്ലൂരുകാർക്ക് നൽകുക, ഒല്ലൂരുകാരെ അപമാനിക്കരുത്, ഒല്ലൂരിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ ഭർത്തന്മാർ വേണ്ട എന്നിങ്ങനെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലുള്ളത്. ഒല്ലൂരിൽ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നുമാണ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികളുടെയും ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കത്തയച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യനെ ഉള്ളൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ അനുയായിയാണ് ജെയ്ജു. മണ്ഡലത്തിൽ മത്സരത്തിന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത, മുൻ MLA MP വിൻസെന്റ്, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒല്ലൂർ കോൺഗ്രസിൽ പ്രാദേശിക വാദം ഉയർന്നത്. CPIയുടെ K രാജനാണ് നിലവിൽ ഒല്ലൂരിലെ MLA. 2016 മുതൽ K രാജനാണ് ഇവിടെ വിജയിച്ചത്. മന്ത്രി കൂടിയായ K രാജൻ തന്നെയായിരിക്കും ഇത്തവണയും മണ്ഡലത്തിൽ നിന്ന് LDFനായി മത്സരിക്കുക എന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. രാജന് ഒല്ലൂരിൽ തുടർ വിജയം ഉറപ്പാണെന്ന് CPI പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ നഗരത്തിലും DCCക്ക് മുന്നിലും ദിവസങ്ങളോളം പോസ്റ്റർ യുദ്ധം നടന്നിരുന്നു. ഇവയെ ചൊല്ലി DCCയിൽ സംഘർഷവും ഉണ്ടായി. ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ UDF പാരടിഗാനം ആയുധമാക്കി നടത്തുന്ന പ്രചരണങ്ങൾ പരിഹാസ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മൂന്നാം ഊഴമുണ്ടാകും. കൊടുങ്ങല്ലൂരിലെ മതനിരപേക്ഷ ജനത പുലർത്തിയ സൂക്ഷ്മതയും ജാഗ്രതയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയമെന്നും MA ബേബി പറഞ്ഞു. വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPയുടെ ഈ പ്രദേശത്തെ നേതാക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. നാട്ടിൽ പല സ്ഥലത്തു നിന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഉത്കണ്ഠയോടുകൂടി സഹാക്കൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായും തിരുവനന്തപുരം നഗരസഭ പിടിക്കും എന്ന RSSൻ്റെയും BJPയുടെയും അവകാശവാദത്തോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇവിടെയുള്ള നേതാക്കന്മാരോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. എന്നോട് പലരും അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം ഇവിടെ ആഹ്ലാദത്തോടും ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഒത്തുകൂടുന്നത് കൊടുങ്ങല്ലൂർ കൈയടക്കാൻ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സീബ്ര ലൈനുകൾ പുതിയത് ആവശ്യമുള്ളവയും മാഞ്ഞുപോയവയും വരയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലയിലെ സ്കൂളുകളുടെ മുന്നിൽ സീബ്ര ലൈൻ ഉറപ്പാക്കുന്നതിന് വേണ്ട പരിശോധന പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുവാനും പൊതുമരാമത്ത് കോർപ്പറേഷൻ മറ്റ് റോഡ് വകുപ്പുകളുമായി ചേർന്ന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റോഡ് സുരക്ഷാ മാസാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. റോഡുകളിലെ നടപ്പാതകൾ കാൽനടയാത്രക്കാർക്ക് അപകടാവസ്ഥയിലുള്ള സ്ലാബ് തകർന്ന നിലയിലുള്ള സ്ഥലങ്ങൾ പരിശോധന നടത്തി നടപടി സമർപ്പിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോട് കളക്ടർ നിർദ്ദേശിച്ചു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കാൽനടക്കാർക്കായി റോഡ് സുരക്ഷാ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. മണ്ണൂത്തി മുതൽ പന്നിയങ്കര വരെ ദേശീയപാതയുടെ സർവീസ് റോഡിൽ ഫുട്പാത്ത് കാട് പിടിച്ചിരിക്കുന്നതും
കുഴികളുള്ളതും കാൽനടയാത്രക്കാർക്ക് അപകടകരമായ സാഹചര്യമുള്ളത് പരിഹരിക്കാനും ദേശീയപാത ഉദ്യോഗസ്ഥരോട് കളക്ടർ നിർദ്ദേശിച്ചു. യോഗത്തിൽ പൊതുമരാമത്ത്, RTO, ദേശീയപാത, പോലീസ്, കോർപ്പറേഷൻ, SIR, ST, HLL, GIPL ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നാടിന്റെ വികസനത്തിന് സ്ഥിതിവിവരക്കണക്കുകൾ നിർണായകമാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി K. രാജൻ പറഞ്ഞു. കാർഷിക സ്ഥിതിവിവര ശേഖരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാടിന്റെ ചെറിയ ചലനം പോലും നടത്താൻ ഗവൺമെന്റിനെ സഹായിക്കുന്നത് സ്ഥിതിവിവരക്കണക്കുകളാണെന്നും അത് കൃത്യതയോടെ ചെയ്യുന്ന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആധുനിക വിവര സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുള്ള ഇന്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിലാണ് നിലവിലുള്ളതെന്നും ഇന്ന് ഭൂമിയുടെ യഥാർത്ഥ വിനിയോഗത്തിന്റെ വിവര ലഭ്യത അനിവാര്യതയാണെന്നും അതിനെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ പരിശീലനവും വരാനിരിക്കുന്ന നാടിന്റെ ക്ഷേമ വികസന കാര്യങ്ങൾ നിർണായക ഇടപെടലാകുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് ഡയറക്ടർ CP രശ്മി മുഖ്യ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ 20 വർഷത്തെ ജനന മരണ നിരക്കുമായി ബന്ധപ്പെട്ട വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി K. രാജൻ പ്രകാശനം ചെയ്തു. ERAS സ്കീമിലെ വിള പരീക്ഷണങ്ങളുടെ രീതിശാസ്ത്രവും വിളകളുടെ വിശദ വിവരങ്ങളും അടങ്ങുന്ന GCES പുസ്തകം വകുപ്പ് ഡയറക്ടർ CP രശ്മി പ്രകാശനം ചെയ്തു. സിവിൽ സർവീസ് ടൂർണമെന്റിൽ ബോഡി ബിൽഡിംഗിൽ 1ാം സ്ഥാനം നേടിയ മുകുന്ദപുരം താലൂക്കിലെ വിഷ്ണു സതീഷിനെ ചടങ്ങിൽ ആദരിച്ചു. കാർഷികേതര ഭൂവിനിയോഗത്തെ സംബന്ധിച്ച വിവരങ്ങളും വിവിധ ജലസ്രോതസ്സുകളുടെ എണ്ണം, ഭൂമിയുടെ വിവിധ തരത്തിലുള്ള വിനിയോഗം, വളപ്രയോഗം തുടങ്ങിയ സ്ഥിതിവിവരക്കണക്കുകൾ ERAS പദ്ധതിയിലൂടെ ശേഖരിക്കുന്നു. ഈ സർവേയിലൂടെ ശേഖരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകൾ വിവിധ വിളകളുടെ വിസ്തൃതി, ഉൽപാദന നിരക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. വകുപ്പ് തയ്യാറാക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ പദ്ധതി രൂപീകരണത്തിനും സംസ്ഥാന വരുമാനം നിർണ്ണയിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ പൊതുമേഖലയിലുള്ള വിവിധ ഏജൻസികളും ആസൂത്രണം, നയരൂപീകരണം, കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന മൂല്യനിർണ്ണയം എന്നിവയ്ക്കായി ഈ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നു. ജോയിന്റ് ഡയറക്ടർ AR യമുന പരിശീലനത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ജില്ലാ ഓഫീസർ PG സാബു, റിസർച്ച് ഓഫീസർ V മനോജ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ AF നിംബ ഫ്രാങ്കോ, NSO സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഡോളി വർഗീസ്, നവകേരള മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ C ദിദിക, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ KR ബിന്ദു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് അനസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സർവേയുടെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ക്ലാസുകൾ നടന്നു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വനിതാ ശിശു വികസന പ്രോഗ്രാം ഓഫീസിലെ പ്രോഗ്രാം ഓഫീസർ, CDPOമാർ, CDS ഓഫീസർമാർ, സൂപ്രണ്ടുമാർ എന്നിവർക്കായി ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അടച്ചിട്ടിരിക്കുന്ന മുഴുവൻ അമൃതം ന്യൂട്ട് മിക്സ് യൂണിറ്റുകളും പഞ്ചായത്ത് ഭരണസമിതികളുടെ കൂടി സഹായത്താൽ തുറന്ന് പ്രവർത്തിക്കണമെന്നും ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുടെ പേര് കവറിന് പുറത്ത് രേഖപ്പെടുത്തണമെന്നും കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം 3 മാസത്തിലൊരിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്നും ജീവനക്കാരുടെ ഹെൽത്ത് കാർഡുകൾ കൃത്യസമയങ്ങളിൽ പുതുക്കണമെന്നും ഷീല വിജയകുമാർ പറഞ്ഞു. അംഗനവാടി കുട്ടികളുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചടങ്ങിൽ ചർച്ച ചെയ്തു. യോഗത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം. മരത്തിനു താഴെ സ്കൂട്ടറിൽ ഇരുന്നിരുന്ന ആൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 4 സ്വദേശി 58 വയസ്സുള്ള കൂട്ടാലപ്പറമ്പിൽ ഷാജുവാണ് രക്ഷപ്പെട്ടത്. ചാലക്കുടി അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു മാറ്റിയാണ് ഷാജുവിനെ പുറത്തെടുത്തത്. തുടക്കി പരിക്കേറ്റ ഷാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. പോട്ട ബിവറേജിന് മുൻപിലായിരുന്നു കൂറ്റൻ വാഗമരം വീണത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാഴായി സ്വദേശി മരിച്ചു. ചാലക്കുടിക്കാരൻ രാജനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ജനുവരി 14-ന് പാഴായി പുതുക്കാട് റോഡിൽ വെച്ചായിരുന്നു അപകടം. അപകടം നടന്നു പോകുന്ന
കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,800 രൂപ, പവന് 1,08,800 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.